മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം തന്നെ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ സാധാരണമായ ഭക്ഷണ രീതിയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കേരളത്തിൽ തനി നാടനായിട്ടുള്ളൊരു ഭക്ഷണ സംസ്കാരമാണ് നമ്മളുടെയൊക്കെ വീടുകളിൽ. കാര്യം രാവിലെ പ്രാതലിന് എന്തൊക്കെയാണെന്നൊരു ചിട്ടവട്ടം ഉണ്ട്. ഏതായാലും എല്ലാ വീടുകളിലും ഏകദേശം അതൊക്കെ തന്നെ ആയിരിക്കും. കാര്യം ഇഡ്ഡലി, ദോശ, പുട്ട്, പിന്നെന്താ അപ്പം, ഇടിയപ്പം, ഇങ്ങനെയുള്ള സ്ഥിരമായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഉച്ചയ്ക്കുള്ള ഊണിൻ്റെ കാര്യത്തിലും കറികളുടെ കാര്യത്തിലും ഒക്കെ നമുക്കൊരു സ്ഥിരമായ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഒഴിക്കാനുണ്ടാകും. അതിൻ്റെ കൂടെ തൊട്ട് കറി പോലെ ഒന്നോ രണ്ടോ, പല വീടുകളിലും പല രീതിയായിരിക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ 2 കറിയുള്ള വീടുണ്ടാവാം, 1 കറിയുള്ള വീടുണ്ടാകാം, പിന്നെ ഒരു അച്ചാറ്, പിന്നെ മീൻ കഴിക്കുന്നവർക്കാണെങ്കിൽ മീൻ, പിന്നെന്താ തൈരോ പപ്പടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു ഒഴിച്ചുകറി പ്രധാനമാണ്. അപ്പോൾ അതിങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് സാധാരണയായിട്ട് പരിപ്പ് കാണും, ഒന്നുകിൽ പരിപ്പ് അല്ലെങ്കിൽ ഒരു പുളിശ്ശേരി, അതല്ലെങ്കിൽ ഒരു സാമ്പാറൊക്കെ മിക്കവാറും എല്ലാ വീടുകളിലും ഒരു പ്രധാന ഐറ്റമാണ്, ഒരു മെയിൻ കാര്യം. സാമ്പാറിൻ്റെ ഗുണം എന്താ വെച്ചാൽ അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും, ഒരുപാട് പച്ചക്കറികളും പിന്നെന്താ പ്രോട്ടീനിന് ആവശ്യമുള്ള ധാന്യവും ഒക്കെ ചേർന്ന് വരുന്നതാണ്. നല്ല സ്പൈസിയാണ്. അപ്പോൾ അതിന് കഷ്ണങ്ങളുണ്ട്, അതിനോടൊപ്പം ഒരുപാട് അത് ഭയങ്കര ന്യൂട്രിറ്റീവാണ്. അത് ശരിക്കും ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് സാമ്പാറും കൂട്ടിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും വേറെ കറികൾ തന്നെ വേണമെന്നില്ല. അപ്പോൾ സാമ്പാർ, പിന്നെ പുളിശ്ശേരി, പിന്നെ ഒരു തോരനോ അവിയലോ ഒരു കിച്ചടിയോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, ഒരു മെഴുക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്ഥിരം ഒരു ഭക്ഷണ രീതിയാണ്. വൈകുന്നേരം ചായക്കൊരു കടി, പിന്നെ രാത്രി ചിലപ്പോൾ കഞ്ഞിയും ഒരു പയറുമാകാം, അതല്ലെങ്കിൽ ചപ്പാത്തിയും കറിയാകാം, അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത്ര എന്തിനാണ് ഞാൻ പറഞ്ഞത് ഒരു ആമുഖമായിട്ട്. അപ്പോൾ നമ്മളിന്നൊരു സാധാരണ കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ തോന്നും സാമ്പാർ, പലതരം സാമ്പാറുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്ന സാമ്പാറല്ല പാലക്കാട് സൈഡിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ, പാലക്കാട് അവിടെയൊക്കെ വേറൊരു രീതി, ട്രിവാൻഡ്രം സൈഡിൽ മറ്റൊരു രീതി, ഇങ്ങനെയൊക്കെ മാറ്റങ്ങളോട് കൂടിയല്ലേ ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഈ പറയുന്ന സാമ്പാറുകളൊന്നുമല്ല ചെയ്യുന്നത്, വ്യത്യസ്തമായൊരു സാമ്പാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് മാജിക് അവനിലൂടെ കാണാൻ പോകുന്നത് ഒരു ചിക്കൻ സാമ്പാറാണ്. അപ്പോൾ കുറച്ച് നോൺ വെജിറ്റേറിയനും കൂടെ ചേർന്നൊരു സാമ്പാർ വന്നാൽ എങ്ങനെയുണ്ടാവും? വേറെ കറികൾ എന്തെങ്കിലും വേണോ? വേണ്ട. തൊട്ട് കഴിക്കാനും എല്ലാത്തിനും കൂടെ മാത്രമായിട്ട് ഒരു കറി. അപ്പോൾ ഇതൊരു കറിയുമാണ്, അതേസമയം അതിനകത്ത് കുറച്ച് കഷ്ണങ്ങളുണ്ട്, അതൊക്കെ കൂട്ടി നമുക്ക് ധാരാളമായിട്ട് കഴിക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, സാമ്പാർ നമ്മൾ വേറെ എന്തിനൊക്കെയാണ് കഴിക്കുന്നത്? ഇഡ്ഡലിക്ക് കഴിക്കും, ദോശയ്ക്ക് കഴിക്കും, നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ ഈ പറയുന്ന ചിക്കൻ സാമ്പാർ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി, ഒരു വലിയ കോഴിയുടെ പകുതി കഷ്ണങ്ങളാക്കിയത്, സാമ്പാർ പരിപ്പ് 3/4 കപ്പ്, ചെറിയ ഉള്ളി 15 എണ്ണം, സവാള 2 ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ടൊമാറ്റോ 2 വലുത് ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, തൊണ്ടൻ മുളക് വലുതാണെങ്കിൽ 4 എണ്ണം, ചെറുതാണെങ്കിൽ 6 7, ക്യാരറ്റ് 1 വലുത് അല്ലെങ്കിൽ 2 ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ഉരുളക്കിഴങ്ങ് 2 ഇടത്തരം ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. ഇനി മറ്റു ചേരുവകൾ: മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, പിരിയൻ മുളകിൻ്റെ പൊടി 1/2 ടേബിൾ സ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, വെള്ളം 2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ഇനി പൊടിക്കാൻ ആവശ്യമുള്ള ചേരുവകൾ: ഉലുവ 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, കുരുമുളക് മുഴുവനെ 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 1/2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4 5, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി നല്ല സ്വാദിഷ്ടമായ ഒരു ചിക്കൻ സാമ്പാർ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ കുക്കർ ഇവിടെ റെഡിയാണ്. ഇത് കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. കുക്കറിലേക്ക് ചിക്കൻ സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിന് വേണ്ട കുറേ കാര്യങ്ങൾ ഇതിനും വേണം. ഒന്ന്, സാമ്പാർ പരിപ്പ്, അത് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഇതൊരു 3/4 കപ്പ് അളന്നെടുക്കുക. അത് ആദ്യം കുക്കറിലേക്ക് മാറ്റാം. ഇനി എന്താ വേണ്ടേ? അതിനോടൊപ്പം ചെറിയ ഉള്ളി, കൊച്ചുള്ളി ഒരു 15 20 എത്ര ഇട്ടാലും സ്വാദ് തന്നെയാണ് അല്ലേ. 15 മുതൽ 20 വരെ ആകാം. പിന്നെ സവാള 2 ഇടത്തരം സവാള ചതുര കഷ്ണങ്ങളായി മുറിച്ച്. ചിക്കൻ്റെ കഷ്ണങ്ങൾ, ഇതൊരു വലിയ കോഴി, ഒരു 1.5 കിലോയ്ക്ക് മേളിലുള്ള കോഴിയാണെങ്കിലും അതിനെ 2ആയിട്ട് ഭാഗിച്ച് ഒരു പകുതി എടുക്കുക. അപ്പോൾ ഒരു ഫുൾ കോഴി വേണ്ട. ഒരു കോഴി മേടിച്ചാൽ നമുക്ക് 2 ദിവസം സാമ്പാർ വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു കോഴിയുടെ പകുതി വെച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കേണ്ടത്.
അപ്പോൾ ഏകദേശം ഒരു 25 പീസോളം വരും. കാര്യം നമ്മൾ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കേണ്ടത്. ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ 2 വലിയ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ 2 ഇടത്തരം ഉരുളക്കിഴങ്ങ് മതി. വലിയ പീസസായിട്ട് മുറിക്കുക. അത് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുക, അതിൻ്റെ നിറം മാറാതിരിക്കാൻ. ഇനി ഇഞ്ചി ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. വെളുത്തുള്ളി ചതച്ചതും ഏതാണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ആകാം. അപ്പോൾ ഒരു 6-7 അല്ലി, വലിയ അല്ലി ആണെങ്കിൽ വെളുത്തുള്ളി ചതച്ചെടുക്കുക. ഇഞ്ചി ആണെങ്കിൽ വലിയൊരു കഷ്ണം. പിന്നെന്താ വേണ്ട? ഉപ്പ് ആവശ്യത്തിനുള്ള, ഈ ചിക്കനിലും എല്ലാം പിടിക്കാൻ ആവശ്യമുള്ള ഉപ്പൊക്കെ നമുക്കിനി ഏത് സ്റ്റേജിലും ചേർക്കാമല്ലോ. അപ്പോൾ ആദ്യം ഇച്ചിരി ഉപ്പ് ചേർക്കുക, പിന്നെ ബാക്കി ചേർക്കുക. പിന്നെ വേണ്ട എന്താ? മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇതിൽ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ തൊണ്ടൻ മുളക് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയാം. ഇവിടെ മിക്കവാറും എല്ലാവരും തന്നെ സാമ്പാറിൽ ഇടുന്ന ഒരു മുളകാണ്. സാമ്പാർ മുളകെന്നും പറയും, തൊണ്ടൻ മുളക്. എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ചെറുതാണ്. അത് കാരണം സൈസ് ചെറുതായതുകൊണ്ട് എണ്ണത്തിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 6 എണ്ണം ഉണ്ട്. 6-7 ഇടാം. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം മതിയാകും. 4 എണ്ണം 2 ഇങ്ങനെ ചെറുതായിട്ട് പിളർന്ന് ഇടുക. ഇനി എന്താ വേണ്ട? ഇനി നമുക്ക് വെള്ളം, ഏതാണ്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് ഒരിളക്കൽ നമ്മൾ ഇളക്കി കഴിഞ്ഞു. കുക്കർ ഒന്ന് അടച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു. ഞാൻ തീ ഓഫ് ചെയ്തു, അല്പം നേരം വെയിറ്റ് ചെയ്തു, തുറന്നു നോക്കി. അപ്പോൾ ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ബാക്കിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇനിയാണ് അതെല്ലാം ചേർക്കേണ്ടത്. അതായത് ടൊമാറ്റോ, 2 വലിയ ടൊമാറ്റോ വലിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചതും, ക്യാരറ്റ്, ഒരു വലിയ ക്യാരറ്റ് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം. ഇനി മല്ലിപ്പൊടി ഒരു 1.25 ടേബിൾ സ്പൂൺ വരെ ആകാം. മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി, അത് 1.5 ടേബിൾ സ്പൂൺ. 1.5 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. ഇനി നമുക്കൊരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തു, ഇപ്പോൾ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ കുക്കർ ഒന്ന് അടയ്ക്കുന്നു. ഇനി ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത്, ക്യാരറ്റ് വേകണം, ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് വേഗം, എല്ലാം ഒന്നുകൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ പാകാം. അപ്പോൾ ഒരു വിസിലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടുപ്പ് കത്തിക്കുന്നു. സെക്കൻഡ് വിസിൽ വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്തു വയ്ക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും എന്താ പറയുക, അതിനൊരു സ്വാദ് കൊടുക്കും. നമ്മുടെ ചിക്കൻ സാമ്പാർ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അതിന് വേണ്ട കാര്യം, ഇതിലിപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് പെരുംജീരകം എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ, ഇതെല്ലാം ഞാൻ അളന്ന് വെച്ചാണ്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെന്താ ഒരു 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്. ഇത്രയും കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ചെറുതായിട്ട് എണ്ണ ഇല്ലാണ്ട് ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ആ കാര്യം ചെയ്തിട്ട് വരാം. അപ്പം ഇതാണ് നമ്മളുടെ മാജിക് പൊടിയാണിത്. ഇത് നമ്മളുടെ ചിക്കൻ സാമ്പാറിൻ്റെ മാജിക്കാണ്. ഇതെന്തായാലും അടച്ചു വയ്ക്കാം. ഇത് തുറന്നു വെച്ചാൽ അതിൻ്റെ മണം പോവില്ല. അപ്പോൾ ലാസ്റ്റ് ചേർക്കേണ്ട കാര്യമാണ് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ രണ്ടാമതും കുക്കർ അടച്ച് ഒരു വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പോൾ ദേ തുറന്നു നോക്കി, എല്ലാം ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ചേർത്ത് എത്ര സമയം എടുത്തു? 2 വിസിൽ, 2 പ്രാവശ്യമായിട്ട് ഓരോ വിസിൽ, ടോട്ടൽ 2 വിസിൽസ്. അപ്പം നമ്മുടെ ചിക്കൻ സാമ്പാർ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ടല്ലോ, എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറുണ്ട്, നല്ല മണം. പക്ഷേ ഈ മണമൊന്നും പോരാ കേട്ടോ. സാമ്പാറിൻ്റെ മണം കുറച്ചുകൂടി, പ്രത്യേകിച്ച് ഒരു സാധാരണ സാമ്പാറല്ലല്ലോ, ഇതൊരു ചിക്കൻ സാമ്പാറല്ലേ, അതിനൊരു മണം വേറെ അല്ലേ. അപ്പോൾ ഇനി ഇതിലൊരു ചെറിയൊരു കാര്യമുണ്ട്. നമുക്ക് കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇച്ചിരി മല്ലിയില ആദ്യം കുറച്ചിടാം. ഒരിളക്കി വെക്കാം. ഇനിയാണ് ഇതിൻ്റെ
ആ മാജിക് മസാല ഞാൻ ഇടാൻ പോകുന്നത്. അതിവിടെ റെഡിയാണ്. ഇനി അതും കൂടി ഇടണം. പക്ഷേ അത് ഇങ്ങനെ ഡയറക്റ്റായിട്ടല്ല ഞാൻ ഇടുന്നത്. അതിനൊരു മെത്തേഡുണ്ട്. അതെങ്ങനെയാണ്? അത് നമുക്ക് ഇത് ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം സാമ്പാറിനെ. എന്നിട്ട് ഇവിടെ ഒരു താളിക്കൽ നടത്താൻ പോവാണ്. അപ്പോൾ അടുപ്പ് കത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് താളിക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, പിന്നെ വറ്റൽമുളക് 2, 3, 4 എത്ര വേണം നമുക്ക് ഇഷ്ടാനുസരണം പൊട്ടിച്ചിടാം. കടുക് പൊട്ടി തുടങ്ങി. തീ ഒരല്പം കുറയ്ക്കാം. ആവശ്യാനുസരണം വറ്റൽമുളക്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ഇടുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ മാജിക് പൗഡർ, ഇതാണ് നമ്മളുടെ ചിക്കൻ സാമ്പാറിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി തീ ഓഫ് ചെയ്യാം. കറി നല്ല ചൂടായി കിടക്കുകയാണ്. കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതാ മണം. ഇനി ഇത് കറക്റ്റായിട്ട് നമ്മുടെ കോഴി സാമ്പാറിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. അങ്ങനെ ചിക്കൻ സാമ്പാറിൻ്റെ മാജിക് പൗഡർ ചേർത്ത് കഴിഞ്ഞു. ഇനി അതിനകത്ത് പറ്റിയിരിക്കുന്നതെല്ലാം ഇതിലേക്ക്. ഇനി ഒരു മസാലയും ബാക്കി വെച്ചിട്ടില്ല, കംപ്ലീറ്റ് ചേർക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ലാസ്റ്റ് ബാക്കി കുറച്ചിരിക്കുന്ന 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞതുണ്ടായിരുന്നു. അത് മുഴുവൻ നമ്മൾ ഇടുന്നു. അത് സ്വാദാണ്. അത്ര ഇടുന്നത് തന്നെയാണ് നല്ലത്. വേണമെങ്കിൽ ഫ്രഷ് കറിവേപ്പിലയും കൂടി എക്സ്ട്രാ ഇടാം. 1-2 തണ്ട് എല്ലാം ഇരിക്കട്ടെ. ഒക്കെ നല്ലതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലും ചേർക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ നല്ല മണവും രുചിയുമുള്ള നമ്മുടെ ചിക്കൻ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അങ്ങനെ നമ്മളുടെ സാധാരണ പതിവുകൾക്ക് വിപരീതമായിട്ട് നമ്മളൊരു നോൺ വെജിറ്റേറിയൻ സാമ്പാർ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നോൺ വെജ് കഴിക്കുന്നവർ മാത്രം. വെജിറ്റേറിയൻസ് പഴയ സാമ്പാർ തന്നെ ഉണ്ടാക്കിയാൽ മതി. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ലല്ലോ. കാര്യം അവർക്ക് എന്തായാലും ഇറച്ചി കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു എക്സ്പെരിമെൻ്റ് ആകാം. അപ്പോൾ പരീക്ഷിക്കുക, കഴിച്ചു നോക്കുക, ഇഷ്ടപ്പെടും.